എന്തായാലും അതിനെ തുടർന്ന് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഋഷിരാജ് സിംഗോ മറ്റോ അത് തെറ്റാണ്, അത് പോലീസ് ചെയ്യുന്നത്, പോലീസിനെ അങ്ങനെ പിടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞൊരു പ്രസ്താവന മനോരമയിൽ വലിയ വാർത്ത വന്നു. അപ്പം ഞാനന്ന് ശബരിമലയുടെ സ്പെഷ്യൽ ഓഫീസർ കൂടിയാണ്. അന്ന് ADG പുലിയേസി സാറാണെന്ന് തോന്നുന്നു എൻ്റെ മുകളിലുള്ളത്. പക്ഷേ ഞാനാണ് അവിടെ കംപ്ലീറ്റ് നോക്കുന്നത്. അപ്പോൾ എനിക്ക് അവിടേക്ക് അതിനിടയ്ക്ക് എന്താണ് ഒരു മന്ത്രിയുടെ പേരിലുള്ള ഒരു അന്വേഷണം വന്നിട്ട്, രാമേന്ദ്രൻ എന്ന് പറഞ്ഞ വയനാട്ടിൽ നിന്നുള്ള മന്ത്രിയായിരുന്നു, ഹെൽത്ത് മിനിസ്റ്റർ, അങ്ങയുടെ പേരിൽ എന്തോ ആക്ഷേപം വന്നിട്ട് അതിൻ്റെ എൻക്വയറി എനിക്ക് തന്നിരിക്കുക. അപ്പോൾ ആ എൻക്വയറി റിപ്പോർട്ട് കൊടുക്കണം. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് വിളിച്ച് പറയുന്നുണ്ട് ഇയാൾ സൽകുമാർ അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഞാൻ എൻക്വയറി റിപ്പോർട്ട് കംപ്ലീറ്റ് ആക്കിയിട്ട് നമ്മൾ ഇവിടുന്ന് പോയി അവിടെ പോയി ജോലി നോക്കുന്ന സമയം കാലത്ത്, അപ്പം ഞാൻ രാത്രി തീരെ എനിക്ക് തോന്നുന്നു 5 മണിക്ക് മറ്റാണ് കിടന്നുറങ്ങുന്നത്. ഒരു 7-7:30 ആയപ്പോൾ പത്രക്കാരോ വന്ന്, അപ്പോൾ അവരിങ്ങനെ ചോദിച്ച സമയം നമ്മൾ ചടവിലാണ് ആക്ച്വലി. അപ്പോൾ ഋഷിരാജ് സിംഗ് എന്തൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ ഋഷിരാജ് സിംഗ് ഇവരും ആക്ഷേപം ഉന്നയിച്ചെന്ന് പറഞ്ഞിട്ട് ഞാൻ അസോസിയേഷൻ സെക്രട്ടറി എന്ന നിലയിൽ പൈസ പിരിച്ച അയാൾക്ക് കൊടുത്തിട്ടുള്ളതാണ്, ആ പൈസയുടെ കണക്കൊന്നും അയാൾ തന്നിട്ടില്ല എന്ന് പറഞ്ഞു. ഇയാൾ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വെച്ചും കൊണ്ട് ഞാൻ ഡിഫമേഷൻ എനിക്കെതിരെ ഒരു കേസ് കൊടുത്തു. എവിടെ? ഇവിടുത്തെ മജിസ്ട്രേറ്റ് കോടതി, CJM കോടതിയിൽ. അങ്ങനെ അപ്പോൾ അത് നിങ്ങളെല്ലാം അറിയുന്ന ഋഷിരാജ് സിംഗ് അല്ല അങ്ങനെ ചില കാര്യങ്ങളിൽ. അപ്പോൾ ഋഷിരാജ് സിംഗ് ആ കേസൊക്കെ കൊടുത്ത് ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ടസ്റ്റ് ചെയ്ത്, ഞാനും കണ്ടസ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴും ഞാൻ ഈ കംപ്ലീറ്റ് റെക്കോർഡ്സിൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവസാനം കോടതിയുടെ ഓർഡർ വന്നത് എന്താണെന്ന് വെച്ചാൽ വാട്ട് ഐ ടോൾഡ് ഈസ് ആബ്സല്യൂട്ട്ലി ട്രൂ, വാട്ട് ഹി ടെൽ ഈസ് ആബ്സല്യൂട്ട്ലി, അതിലൊരു കേസില്ല, ഹി ഹാസ് നത്തിങ് എൽസ് ടു ടെൽ. ഞാൻ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, ഞാൻ പറഞ്ഞത് ശരിയാണ്, അതുകൊണ്ട് കേസ് വിൽ നോട്ട് സ്റ്റാൻഡ് എന്ന് പറഞ്ഞാൽ അത് ഡിസ്പോസ് ചെയ്യും. മനസ്സിലായോ? അപ്പോൾ ഈ അതിനിടയ്ക്ക് വിദ്രാ കേസിൻ്റെ ഒരു കാലത്ത് ഋഷിരാജ് സിംഗ് എന്ത് ചെയ്തതെന്ന് വെച്ചാൽ ഇതുപോലെ ഋഷിരാജ് സിംഗ് അതായത് വിദ്രാ കേസ് കൊച്ചിയിലുണ്ടായിട്ട് ആദ്യത്തെ 2-3 മാസം ഞാൻ അന്വേഷിച്ചു. എന്നിട്ട് ഞാൻ മാറി, ഞാൻ ക്രൈംബ്രാഞ്ച് DIG ആയിപ്പോയി. ഈ കേസ് അവൻ അന്വേഷിക്കുന്ന സമയം അവന് പറ്റില്ല, അത്ര വലിയ കേസാണെന്നും പറഞ്ഞ് വീണ്ടും അവൻ പെറ്റീഷൻ കൊടുത്ത് ഈ കേസ് എന്ത് ചെയ്തെന്ന് വെച്ചാൽ വീണ്ടും ക്രൈംബ്രാഞ്ചിൽ എൻ്റെ അടുത്ത് തന്നെ വന്നു. അപ്പോൾ ആ ടീം അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ അയാൾ ഇരുന്ന സമയത്ത് എടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ ചിലർ പ്രതികളായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ഇഷ്യൂ വന്ന സമയം അന്ന് ഒരു ജഡ്ജി ഇതുപോലെ വളരെ അൺഫെയർ ആയിട്ട് പെരുമാറുന്ന ഒരു ജഡ്ജി ഉണ്ടായിരുന്നു. ആ പ്രതിയുടെ സസ്പെക്റ്റുണ്ട്. എനിക്ക് ആ ജഡ്ജിയെ പോലും ഈ കേസിൽ സംശയമുണ്ട് എനിക്ക്. പക്ഷേ നമുക്ക് അങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയാണ്. ജഡ്ജിമാരൊക്കെ അങ്ങനെ വന്നു പോയാൽ അങ്ങനെയുള്ളൂ. പക്ഷേ ഇപ്പോഴും എനിക്ക് നല്ല സംശയമുണ്ട്. അദ്ദേഹം മരിച്ചു പോയിരിക്കുന്നു. ഏതായാലും ഞാൻ ഈ കേസിൽ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഋഷിരാജ് സിംഗ്, അപ്പോൾ എൻ്റെ പേരിൽ ഹൈക്കോടതി ഒരു എൻക്വയറി ഓർഡർ ചെയ്തു. എന്നിട്ട് DGP ആണ് നടത്തുന്നത്. അപ്പോൾ DGP നടത്തുമ്പോൾ DGPയുടെ ഓഫീസിൽ സ്റ്റേറ്റ്മെൻറ്റൊക്കെ എടുക്കുന്ന സമയം ഋഷിരാജ് സിംഗ് ഞാൻ എന്ത് പറഞ്ഞാലും സമ്മതിക്കില്ല, ഈ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തത് അവൻ്റെ കാലത്താണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, DGയോട് പറഞ്ഞു, സാറേ അയാൾ പോട്ടെ, എനിക്ക് അയാളുടെ യാതൊരു ഇതും ആവശ്യമില്ല. ഞാൻ DGയോട് പറഞ്ഞു, വെൻ വാസ് ഹി പോസ്റ്റഡ്, when did he take charge in Kochi as commissioner, when I was transferred, when this date of statement എന്നാണ്. ഇത്ര കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് ഡോക്യുമെൻ്റ് ഉണ്ടല്ലോ, ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അന്ന് തൊട്ട് ഞങ്ങൾ കുറച്ച് നാൾ സംസാരിക്കാറില്ല, യാതൊരു ബന്ധവുമില്ല, ഒന്നുമില്ലാതിരിക്കുകയായിരുന്നു. ഒരു ദിവസം ഇതേപോലെ മറ്റേതോ കേസിൻ്റെ കാര്യത്തിന് ഞാൻ, അപ്പോൾ അന്ന് പോലീസ് ക്ലബ്ബ്, പഴയ പോലീസ് ക്ലബ്ബാണ്, അവിടെ താമസിക്കുന്ന സമയം ഒരാൾ എൻ്റെ ഡോറെ വന്ന് മുട്ടി. നോക്കിയപ്പോൾ ഋഷിരാജ് സിംഗാണ്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു ലെറ്റർ വന്നു. ഞാനവിടെ തിരക്കായതുകൊണ്ട് ഈ ലെറ്റർ എടുത്ത് ബാഗിലിട്ടു. ഞാൻ നോക്കിയില്ല, കിട്ടിയ ലെറ്റർ ഞാനെടുത്ത് ബാഗിലിട്ടു. കുറേ ദിവസം കഴിഞ്ഞ് ഞാൻ അയ്യോ ഇയാളൊരു ലെറ്റർ ഒന്നുമില്ല, വിട്ടുപോയല്ലോ എന്ന് വെച്ചാൽ വായിക്ക് പോകുമ്പോൾ അത് എൻ്റെ കയ്യിൽ ഇപ്പോഴും ഇരിപ്പുണ്ടേ. അപ്പോൾ അതിൽ ഒരു സോറി ലെറ്ററാണ്. ഞാൻ ഐ ആം വെരി സോറി, ഇതാണെന്നൊക്കെ പറഞ്ഞു ലെറ്റർ തന്നിട്ട്. ഇനി ഞങ്ങൾ പിന്നെയും ഫ്രണ്ട്സായി, വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്കെതിരെ ഡിഫമേഷൻ കേസ് കൊടുത്തത്. വീണ്ടും ഇത് തള്ളിക്കഴിഞ്ഞ് എനിക്ക് ഇതായി. പിന്നെ ഞാൻ KSRTC CMD ആയിരിക്കുന്ന സമയത്ത് അഗെയിൻ ഹി ടോൾഡ് സോറി. അങ്ങനെ ഇരിക്കുക പറഞ്ഞ് ഐ ബിക്കെയിം ഇറ്റ്സ് ഓക്കെ, ദാറ്റ് ഈസ് ഓക്കെ, ദർ ഈസ് നോ പ്രോബ്ലം. ഞങ്ങൾ വീണ്ടും നല്ല, അതായത് ഒരു എനിമിറ്റി ഒന്നുമില്ല, ഞങ്ങൾ തമ്മിൽ യാതൊരു എനിമിറ്റിയും ഇല്ല. അയാളുടെ പണി ചെയ്യുന്നു, നമ്മൾ നമ്മുടെ പണി ചെയ്യുന്നു. എനിക്ക് തോന്നുന്നു ആ സമയത്ത് തോന്നുന്നു അയാളെ മറ്റേ മൂന്നാറിലെ മറ്റേ കേസിൽ 3 കാറ്റഗറിയിൽ ഒന്നായിട്ട് പോകാനുള്ള സംഭവമൊക്കെ ഉണ്ടാകുന്നത്. 3 പൂച്ചകൾ.